വിനീതിനോടൊപ്പം നമ്മുടെ കടയിൽ പോയതായിരുന്നു കേട്ടോ ഗംഗ. അപ്പോൾ ഗംഗ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണുമ്പോൾ സലീമൊക്കെ പറയും, ഗംഗ മോളെന്തിനാ ഇപ്പോൾ തയ്ക്കുന്നതെന്ന് പറയും. അപ്പോൾ വിനീത് പറയും, അവൾ തയ്ച്ചോട്ടെ, ഈ തയ്യലല്ലേ ഞങ്ങൾ ഒരുമിപ്പിച്ചത്, എന്നാൽ ഞാൻ പോയി ഒരു ചായ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ വിനീത് പോവാണ് കേട്ടോ. ഇപ്പോൾ ഗംഗ സലീമയ്ക്കോട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ആ സമയത്ത് വിനീതിൻ്റെ അമ്മ സുജാത കടയിൽ പോയിട്ട് പോകുന്ന വഴി ഗംഗയെ കാണും, കയറി വരും കേട്ടോ. ഓ, ഇവളെ ഇവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചോ സലീമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ചേച്ചി, അപ്പം ഇവള് ഒറ്റയൊരുത്തിയ 10 മാസം ചുവന്ന് ഞാൻ പ്രസവിച്ച് എൻ്റെ മകനെ ഇന്നീന്ന് അകറ്റിയത്, അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും ഉള്ളവളെ ഇവിടുത്തെ വരുമാനം എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്കും എല്ലാം തരണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കണക്ക് നോക്കാൻ വന്നതായിരിക്കും എന്ന് പറയും. അപ്പം ചേച്ചി പാവം എന്ന് പറയും. പാവോ, ഇവളാണ് പാവം, ഇവളുടെ മുഖം കാണിച്ച് ഇവളെൻ്റെ കുഞ്ഞിനെ വശീകരിച്ചത്, ഇപ്പം ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ട് അവസ്ഥയാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ താലി കയറി പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗംഗ പൊട്ടിക്കല്ലേ അമ്മായി, പൊട്ടിക്കല്ലേ എന്ന് പറയും. അപ്പം മുറുക്കി പിടിച്ചേക്കും കേട്ടോ. അപ്പം ഞാൻ പൊട്ടിക്കുന്നില്ലടി, ഞാൻ പൊട്ടിക്കും ഇതൊരു ദിവസം. എൻ്റെ മകൻ നിൻ്റെ ഈ താലി ഉപേക്ഷിച്ച് എൻ്റെ വാതുക്ക വന്ന് മുട്ടുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഞാൻ വരും, നിൻ്റെ കഴുത്തറുത്തിട്ടാണെങ്കിലും ഈ താലി എടുത്തുകൊണ്ട് പോകാനെന്ന് പറഞ്ഞിട്ട് നീ ഒരു ദിവസം പോലും നീ എൻ്റെ മകൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കില്ലടി, പെറ്റ തള്ളയുടെ ശാപം ആടിയതെന്നും പറഞ്ഞ് നമ്മുടെ ഗംഗേനെ ശപിക്കുവാണ് കേട്ടോ സുജാത. ഗംഗ ഇത് കേട്ട് പൊട്ടിക്കരയാണ് ഭയങ്കരമായിട്ട്. കാരണം ഒരു ദിവസം പോലും നീ സമാധാനമായിട്ട് ജീവിക്കില്ല, എൻ്റെ മകനെ നീ തട്ടിയെടുത്തതിന് നീ അനുഭവിക്കൂടി എന്നും പറഞ്ഞിട്ട് സുജാത ഗംഗേനെ ശപിക്കുവാണ് കേട്ടോ. അതിനുശേഷം താലി വിടും. എന്നിട്ട് ഗംഗ താലിയും പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്രൂരതയാട്ടോ സുജാത നമ്മുടെ ഗംഗയോട് ചെയ്തത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.